ഹലോ ഫ്രണ്ട്സ്, ബ്രാൻഡിങ് ഇൻ സെങ്സു എപ്പിസോഡ് 9 മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നയോനയ്ക്ക് ആ ഇൻസിഡന്റ് പറ്റുന്ന ദിവസം യുൻഹോയാണെങ്കിൽ ദായുന്റെ അടുത്തായിരിക്കും. ന്യൂസിലൊക്കെ നയോനയ്ക്കെതിരെയുള്ള വാർത്തകളാണല്ലോ വരുന്നത്. അപ്പൊ ദായുൻ ചോദിക്കുന്നുണ്ട്, നീ നയോനയെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണോ എന്ന്. ആ ടൈമിലെ യുൻഹോയാണെങ്കിൽ അവിടെ നിന്നും നേരെ പോകുന്നത് നയോനയുടെ അടുത്തേക്കായിരിക്കും. ഇവനും ഇതുപോലെ പോകുന്ന ടൈമില് നയോനയ്ക്ക് വരാറുള്ള പോലെ ഒരു തലവേദന വരുന്നുണ്ട്. ഓഫീസിലെത്തുമ്പോഴേക്കും നയോന അപ്പോഴേക്കും ഫാക്ടറിയിലേക്ക് പോയിട്ട് ായിരിക്കും. ഇവനാണെങ്കിൽ ഇത് അവളുടെ ബുക്കിലൊക്കെ എഴുതിയത് കണ്ട് നേരെ ഫാക്ടറിയിലേക്ക് പോകുന്നതും അവിടെ എത്തുന്ന ടൈമിലാണ് ഈ തലവേദന കൂടിയിട്ട്. അതായത് അന്ന് നയോന ചോദിച്ചിരുന്നു, എനിക്ക് ആ ഇൻസിഡന്റ് പറ്റിയ അതേ ടൈമില് അതേ സ്ഥലത്ത് തന്നെയാണ് നിന്നെയും അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്, നീ എന്തിനാ അവിടെ വന്നതെന്ന്. അതിനുള്ള ഒരു ഉത്തരത്തിലൂടെയാണ് എപ്പിസോഡ് 9 സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കിസ് ചെയ്തതിന് ശേഷം യുൻഹോയാണെങ്കിൽ ഇത് വർക്കാവുന്നു തോന്നുന്നില്ല എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ നീ ബെഡ്റൂമിലേക്ക് വാ എന്ന് പറയുന്നത് കേട്ട് ബെഡ്റൂമിലേക്കോ, ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത് മാഡം എന്നൊക്കെ ചോദിച്ച് നയോന ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ കുറച്ച് സ്ട്രാറ്റജീസ് പറയണം, നിനക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ വരണ്ട, എന്നേക്കുമായിട്ട് എന്റെ ബോഡിയിൽ തന്നെ ഇരുന്നു എന്ന് പറയുന്നതും എനിക്ക് എന്റെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫേസ് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് നയോന പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ രണ്ടുപേരും കാറിൽ യാത്ര ചെയ്യുന്നതും നയോനയാണെങ്കിൽ, അതായത് യുൻഹോ, ഇവൻ ഇത്രയും വലിയ കാറൊന്നും ഓടിച്ച് ശീലമില്ലാത്തത് കൊണ്ട് വളരെ സ്ലോവിലാണ് കാർ ഓടിക്കുന്നത്. തൊട്ടടുത്തുള്ള യാത്രക്കാരിൽ നിന്ന് അത്യാവശ്യം ചീത്തയും കേൾക്കുന്നുണ്ട്. കുറച്ചുകൂടി സ്പീഡിൽ പോകാൻ യുൻഹോ പറയുമ്പോൾ, ബെസ്റ്റ്, എന്റെ ആനുവൽ സാലറിയേക്കാൾ 4 ഇരട്ടിയാണ് ഈ കാറിന്റെ വില, എനിക്കിതൊന്നും ഓടിക്കാൻ പറ്റത്തില്ല, വല്ല കംപ്ലൈന്റും പറ്റിയ മാഡം ശരിയാക്കി തരുമോ എന്ന് ഇവള് ചോദിക്കുന്നതും ഇവനാണെങ്കിൽ, ഇനി മുതൽ നീ വർത്താനം പറയുമ്പോൾ ശ്രദ്ധിക്കണം, നിന്റെ ആനുവൽ സാലറിയേക്കാൾ 4 ഇരട്ടിയെന്നോ, അതിന് നീ ഇപ്പോ നയോനയല്ലേ, നിന്റെ സാലറി ഒരുപാട് കൂടുതലല്ലേ എന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ അതിന് റിപ്പയർ ചെയ്യേണ്ടി വന്നാ മാഡം ക്യാഷ് തരൂല്ലേ എന്ന് നയോന ചോദിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇതുപോലെ റെസ്പെക്ട് ഒന്നും ഇല്ലാണ്ട് സംസാരിക്ക്, ജസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കാൻ പറയുമ്പോൾ നയോനയാണെങ്കിൽ, അത് ഈസി അല്ലേ, അതെ ഇതിന്റെ റിപ്പയറിന്റെ കാശൊന്നും എന്റെ കയ്യിലില്ല, പിന്നെ എനിക്ക് ഇത്രയും വലിയ വണ്ടി ഒന്നും ഓടിച്ച് ശീലമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ചീത്ത പറയുന്നതും യുൻഹോയ്ക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് രണ്ടുപേരും ഓഫീസിലെത്തുന്നതും യുൻഹോയാണെങ്കിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. കാരണം ഉള്ളിൽ നയോനയാണല്ലോ, എന്നാൽ നയോനയാണെങ്കിലോ ഭയങ്കര കൂളായിട്ട് വരുന്നതും യുൻഹോയാണെങ്കിൽ ഇവളുടെ പുറത്തൊന്ന് തട്ടിയിട്ട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമില് അവിടെയുള്ള സ്റ്റാഫ് ആണെങ്കിൽ ഇവര് രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ശരിയാണല്ലേ, അല്ലെങ്കിൽ പിന്നെ ഇവര് രണ്ടുപേരും എങ്ങനെയാ ഒരുമിച്ചെത്തിയത് എന്നൊക്കെ അടക്കം പറയുന്നതും ഇത് കേൾക്കുന്ന നയോനയാണെങ്കിൽ, അതായത് യുൻഹോ, നിങ്ങൾ രണ്ടുപേരും അതുപോലെ തന്നെയാണല്ലോ, രണ്ടുപേരും വേറെ കല്യാണം കഴിച്ചതല്ലേ, എന്നിട്ടും ഒരുമിച്ചാണല്ലോ എന്നൊക്കെ ചോദിച്ച് നന്നായി കളിയാക്കി അവിടെ നിന്നും പോകുമ്പോൾ കൂടെയുള്ളവരൊക്കെ ഇവരെ നോക്കി ചിരിക്കുന്നുണ്ട്. ആ ടൈമിൽ നയോനയാണെങ്കിൽ, എന്റെ വായ കൊണ്ട് ഇതുപോലത്തെ വൃത്തികേടൊക്കെ പറയരുത്, ഇതെന്റെ സ്റ്റൈലല്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ എന്റെ സ്റ്റൈൽ എന്താന്ന് നീ നോക്കി പഠിക്കെന്നാണ് യുൻഹോ തിരിച്ചു പറയുന്നത്. പിന്നീട് യുൻഹോയാണെങ്കിലോ ഓഫീസിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു തന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ, പിന്നെന്താ എല്ലാം ഓർമ്മയുണ്ടെന്ന് നയോന പറയുന്നതും, പക്ഷേ ടെൻഷൻ കാരണം എല്ലാം മറന്നുപോയി എന്ന് പറയുന്നത് കേട്ട് നിന്റെ തലയ്ക്കകത്ത് എന്താ ആൾതാമസം ഇല്ലേ എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ നയോനയാണെങ്കിൽ, എന്റെ സുന്ദരമായ ചുണ്ടുകൾ കൊണ്ട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ, ശരി ഞാൻ പറയുന്നത് പോലെ പറ, എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ട് നയോന പറയുന്നുണ്ടെങ്കിലും ഓഫീസിന്റെ ഉള്ളിൽ ഇതേ ആറ്റിറ്റ്യൂഡിലൊന്നും അല്ല ആള് സംസാരിക്കുന്നത്. ആള് ഭയങ്കര വിറച്ച് നയോനയുടെ ഒരു സ്റ്റൈലിലും അല്ല സംസാരിക്കുന്നത്. അതായത് എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുകയാണ്, ഞാൻ ടീം അണ്ടർഡോഗ് ടീമിലേക്ക് പോകാം എന്നൊക്കെ ഇവള് പറയുന്നതും ഇവളാകെ വിറച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. സിഇഒ ആണെങ്കിൽ വർക്കിനെ പറ്റി സംസാരിക്കാൻ വരട്ടെ, ആദ്യം നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നതും, അതെ ഞാൻ ഓക്കെ ആണെന്നൊക്കെ ഇവള് ഭയങ്കര ഉറക്കെയാണ് സംസാരിക്കുന്നത്. ഇതാണെങ്കിൽ യൂമിയും ചായും നാം ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നാം ആണെങ്കിൽ, അല്ല ഈ വീണ സമയത്ത് ആളുടെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്ന് തോന്നുന്നു, ഇത്തിരി ഭ്രാന്ത് പോലെ ഉണ്ടല്ലോ എന്നപ്പോ ചോദിക്കുന്നുണ്ട്. സിഇഒ ആണെങ്കിൽ, അങ്ങനെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നീ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, സെങ്സു ഏജൻസിക്കും കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും യൂമി ഇടയിൽ കയറി പറയുന്നുണ്ട്, ആളെല്ലാം ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞില്ലേ, പിന്നെ മാഡത്തിന് എന്താ കുഴപ്പമെന്ന്. അതുപോലെ ആൾക്ക് ആ ഇൻസിഡന്റ് പറ്റുന്ന ടൈമിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ആള് പോയത്, പിന്നെ അതേ ടീമിൽ തന്നെ എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഈ നയോന പൊട്ടത്തിയാണെങ്കിൽ, അതായത് യുൻഹോ, അത് ശരിയാ, ആ പൊസിഷൻ അങ്ങനെ എല്ലാവർക്കും പറ്റുന്നതല്ല എന്ന് പറയുന്നത് കേട്ട് ഇവരെല്ലാവരും ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം അങ്ങനെയൊന്നും പറയുന്ന ഒരു വ്യക്തിയല്ല നയോന. അപ്പൊ ഇവൾ ആലോചിക്കുന്നത് തലേ ദിവസം യുൻഹോ എടുത്ത ക്ലാസ്സിനെ പറ്റിയാണ്. അതായത് 2 ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കണം, രണ്ടാമത്തേത് എന്റെ പൊസിഷൻ എനിക്ക് തിരിച്ചു കിട്ടണം. ഇത് കേൾക്കുന്ന നയോനയാണെങ്കിൽ കൂളായി പറയുന്നുണ്ട്, ഇതൊന്നും എന്റെ ലക്ഷ്യമല്ലല്ലോ, മാഡത്തിന്റെ ലക്ഷ്യമല്ലേ എന്ന്. അപ്പൊ യുൻഹോ പറയുന്നുണ്ട്, അത് ശരിയാ, പക്ഷേ ഇത് നിറവേറ്റിയാൽ മാത്രം നമുക്ക് രണ്ടുപേർക്കും തിരിച്ച് നമ്മുടെ യഥാർത്ഥ ശരീരത്തിലേക്ക് തിരിച്ചു പോണോ എന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുള്ളൂ എന്ന് പറയുന്നത് കേട്ട്, അത് കൊള്ളാം, അപ്പൊ മാഡത്തിന്റെ ബോഡി വേണമെന്ന് ഒരാഗ്രഹം ഇല്ലേ എന്ന് ഇവള് ചോദിക്കുന്നുണ്ട്. അപ്പൊ യുൻഹോയാണെങ്കിൽ, ഇല്ല ഒരാഗ്രഹം ഇല്ല, ഒരു പെണ്ണിന്റെ ശരീരത്തേക്കാൾ നല്ലത് ഒരാണിന്റെ ശരീരം തന്നെയാ, ഇതാകുമ്പോ എല്ലാ കാര്യങ്ങളും എളുപ്പമായിരിക്കും എന്ന് പറയുന്നത് കേട്ട് ഇവളാണെങ്കിൽ, അങ്ങനെ
അങ്ങനെയെങ്കിൽ ഈ വീട് എന്റെ ആകുമല്ലോ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് മറിയുന്നതും ഇതുകൊണ്ട് യുൻഹോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ നയോനയാണെങ്കിൽ ശരി ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പോ ആദ്യം നീ അണ്ടർഡോഗ് ടീമിന്റെ മാനേജർ ആകണം, അങ്ങനെയെങ്കിൽ 24 മണിക്കൂർ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും, അതിലൂടെ ആ കില്ലറെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നൊക്കെ യുൻഹോ പറയുമ്പോ 24 മണിക്കൂർ ഒരുമിച്ചുണ്ടാവണം എന്ന് പറയുമ്പോൾ അപ്പൊ എനിക്ക് ഓവർ ടൈം വർക്കിന്റെ പേയ്മെന്റ് കൂടിയും കിട്ടൂലേ എന്ന് നയോന ചോദിക്കുന്നത് കേട്ട് യുൻഹോയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അതായത് യുൻഹോ പറഞ്ഞതനുസരിച്ചാണ് ഇപ്പൊ നയോന സിഇഒയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. യൂമി ആണെങ്കിലോ ആ വീഡിയോ റിലീസ് ചെയ്തതിന് ശേഷം നിനക്ക് ശരിക്കും ബുദ്ധി വെച്ചു എന്നാ തോന്നുന്നത്, കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനെ കൂടി ഞാൻ പരിഗണിക്കാറുണ്ട്, ഞാൻ നിന്നെ പോലെയല്ലല്ലോ, അതുകൊണ്ട് ഒരു പ്രൊജക്ട് ഉണ്ട് അത് നിനക്ക് തരാമെന്ന് പറഞ്ഞ് യൂമി ഇവൾക്ക് കൊടുക്കുമ്പോ നയോനയാണെങ്കിൽ വളരെ കൂളായി താങ്ക്സ് ഒക്കെ പറയുന്നത് കേട്ട് യൂമി ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. പ്രൊജക്ട് എന്താന്ന് നോക്കുമ്പോഴാണ് അടുത്ത കോമഡി, അതായത് അത് വുമൺസിനുള്ള സെക്സ് ടോയ്സിനെ പറ്റിയിട്ടുള്ള പ്രൊജക്ട് ആയിരിക്കും. ഇത് കാണുമ്പോൾ ഇവള് ശരിക്കും അയ്യത്തട എന്നാവുന്നുണ്ട്. എന്താ ഈ പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ലേ എന്ന് യൂമി ചോദിക്കുന്നതും ആ സീൻ അവിടെ കട്ട് ചെയ്ത് ലെക്സും ജെന്നിയും ലീയൊക്കെ കൂടി മെയിൽ വായിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് റീസെന്റ് ആയി നടന്ന ഒരു പ്രശ്നം കാരണം നയോനയുടെ 6 മാസത്തെ സാലറി കട്ട് ചെയ്യുന്നുവെന്ന് മാത്രമല്ല അവളെ അണ്ടർഡോഗ് ടീമിന്റെ മാനേജറായി നിയമിക്കുന്നു എന്ന മെയിൽ വായിക്കുന്ന ഇവര് 3 പേരും ശരിക്കും ഞെട്ടുന്നുണ്ട്. ലെക്സ് ആണെങ്കിൽ അപ്പൊ ശരി ഞാൻ ക്വിറ്റ് ചെയ്യുക, ഇതുവരെ ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി, ഐ മിസ് യു എന്നൊക്കെ പറയുമ്പോൾ ജെന്നി ആണെങ്കിൽ അല്ല ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണ്ടേ, അതുകൊണ്ട് വേഗം പോയി സീറ്റിലിരുന്നു എന്ന് പറയുമ്പോൾ ഓ അതും ശരിയാണല്ലോ വേറെ വഴിയൊന്നും ഇല്ല അല്ലേ എന്ന് ലെക്സ് പറയുന്നതും ലീ ആണെങ്കിൽ എന്നാലും ആളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, യുൻഹോയ്ക്ക് എന്തായാലും പണ്ടത്തെ പോലെ മാനേജറായി ഇരിക്കാൻ കഴിയില്ല, കാരണം പുതിയ മാനേജർ വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ യുൻഹോയാണെങ്കിൽ കൂളായിട്ട് അതിന് ഞാൻ മാനേജറായിട്ടൊന്നും നിന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലെക്സ് ആണെങ്കിൽ ഓ പിന്നെ എന്നിട്ടാണല്ലോ അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ ഇവിടെ ആജ്ഞാപിക്കുന്നുണ്ടായിരുന്നേ, എന്തായാലും ഇനി അത് നടക്കത്തില്ല എന്ന് പറയുമ്പോൾ യുൻഹോയാണെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സംസാരം നിർത്തി മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ നോക്കുക, അറിയാലോ നയോന മാഡം നല്ല സ്ട്രിക്റ്റ് ആണെന്ന് പറയുന്ന ടൈമിലാണ് മാഡം മാഡം എന്ന് വിളിച്ച് നയോന അങ്ങോട്ട് വരുന്നതും ഖത്തോം എന്ന് പറഞ്ഞ് ആ സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്നും വീഴുന്നതും ഇത് കണ്ട് ഇവരെല്ലാവരും അന്തം വിട്ട് നിൽക്കുമ്പോൾ യുൻഹോയാണെങ്കിൽ നശിപ്പിച്ച് വൃത്തികെട്ട സാധനം എന്ന് പറയുന്നുണ്ട്. പിന്നീട് നയോനയാണെങ്കിൽ അവളുടെ ചെയറിൽ കൂളായി ഇരിക്കുന്നതും ആ മാനേജർ പൊസിഷൻ അത്ര നിസ്സാരമൊന്നും അല്ല പറഞ്ഞ് ആള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. യുൻഹോയാണെങ്കിൽ ഒന്ന് ഒതുങ്ങിയിരിക്കൂ എന്നപ്പോ ചോദിക്കുന്നുണ്ട്. അതുപോലെ ആ പ്രൊജക്ടിനെ പറ്റിയൊക്കെ നോക്കുന്നുണ്ടായിരിക്കും. ഇതേ ടൈമില് ലീയും ലെക്സും ഒക്കെ ഗ്രൂപ്പ് ചാറ്റിലായിരിക്കും. ലീ ആണെങ്കിൽ ഈ മാഡത്തിന് ഇത് എന്ത് പറ്റി, ആളുടെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നില്ലേ, ഒരു വൃത്തികെട്ട സ്വഭാവം ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതന്നെ എനിക്ക് മനസ്സിലാവാത്തത്, ആ ഇൻസിഡന്റിന് ശേഷം ആളാകെ മാറിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഈ സീരിയസ് ടോക്കിന്റെ ഇടയിൽ എന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോട്ടോയാണോ ഭംഗി റൈറ്റ് സൈഡിലുള്ള ഫോട്ടോയാണോ ഭംഗി എന്ന് പറഞ്ഞ് ജെന്നി മെസ്സേജ് അയക്കുന്നുണ്ട്. യുൻഹോയാണെങ്കിൽ ഗ്രൂപ്പ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ലെക്സ് യുൻഹോയെ വിളിച്ച് ഗ്രൂപ്പിൽ നോക്ക് എന്ന് പറയുന്നതും ഇവൻ നോക്കുന്ന ടൈമില് നയോനയെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്, ദേഷ്യക്കാരി വൃത്തികെട്ട സ്വഭാവം എന്നൊക്കെ തന്നെ പറ്റി തന്റെ കൊളീഗ്സ് പറയുന്നത് കേട്ട് ഇവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇവനാണെങ്കിൽ ഉടനെ തന്നെ നയോനയെ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതും ഇത് കണ്ട് ലീ അവിടെ നിന്ന് ഞെട്ടി എണീക്കുന്നുണ്ട്. നീ എന്തിനാ അവളെ ഇൻവൈറ്റ് ചെയ്തതെന്ന് അറിയാതെ വായിൽ നിന്നും പോകുന്നുണ്ട്. എന്നാ ഇതൊന്നും അറിയാത്ത നയോന ഫോൺ നോക്കുമ്പോ ആഹാ എന്നെ ഗ്രൂപ്പിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വളരെ നന്ദിയുണ്ട്, എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാന്നൊക്കെ പറയുമ്പോൾ ആ ശരിയാ എന്നൊക്കെ പറഞ്ഞ് ഇവര് കൈ അടിക്കുന്നുണ്ട്. അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ഇവര് ചോദിക്കുമ്പോൾ പിന്നെന്താ അടുത്തുള്ളൊരു റെസ്റ്റോറന്റ് എനിക്കറിയാം, അവിടെ വെറും $5 ഉള്ളൂ, നല്ല ഫുഡ് കിട്ടുമെന്നൊക്കെ നയോന പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന യുൻഹയാണെങ്കിൽ എന്റെ ഇമേജ് ഒക്കെ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നയോന തിരിച്ചു പറയുന്നുണ്ട്, നേരത്തെ ഞാൻ വീണ ടൈമില് നീ എന്താ വായ കൊണ്ട് പറഞ്ഞത്, വൃത്തികെട്ട സാധനം എന്നല്ലേ, അപ്പൊ എന്റെ ഭാഗത്തുനിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, ആ വേഗം വർക്ക് ചെയ്യുന്നൊക്കെ സീരിയസ് ആയിട്ട് യുൻഹോയോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനില് യൂമി ആണെങ്കിൽ അവളുടെ അസിസ്റ്റൻസിന് നന്നായി ചീത്ത പറയുന്നുണ്ട്. അതായത് അവരൊരു പ്രസന്റേഷൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നതും ഇവൾക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം ഇവൾ ആർക്കോ മെസ്സേജ് അയക്കുന്നുണ്ട്, നീ അല്ലേ പറഞ്ഞത് നയോനയുടെ കാര്യം നീ ശ്രദ്ധിച്ചോളാന്ന്, എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായെന്ന്. അതിനുശേഷം ഇവൾക്ക് തിരിച്ചൊരു മെസ്സേജ് വരുന്നതും ഇവളാണെങ്കിൽ ഒരു കാറിൽ കയറി പോകുന്നുണ്ട്. ആ ടൈമില് ഇതെല്ലാം മറിഞ്ഞു നിന്ന് നാം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ടൈമില് യുൻഹോയാണെങ്കിൽ ആദ്യം നമ്മൾ സംശയിക്കേണ്ടത് യൂമിയാണെന്ന് പറയുമ്പോൾ യൂമി മാഡോ ആളൊരു ജലസിന്റെ പേരിൽ ഒരാളെയൊക്കെ കൊല്ലാൻ നോക്കൂ, അതൊരു മാനേജർ പൊസിഷന് വേണ്ടിയിട്ട് എന്ന് ചോദിക്കുന്ന നയോനയോട് അത് വെറും ഒരു മാനേജർ പൊസിഷൻ അല്ല, സെൻസു ഏജൻസിയിലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണെന്ന് ഇവൻ പറയുമ്പോൾ ആ ശരി ശരി മനസ്സിലായി എന്ന് നയോന പറയുന്നുണ്ട്. ചില ആളുകള് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് ഇവൻ പറയുന്നത് കേട്ട് ഓ മേഡത്തെ പോലെയല്ലേ എന്ന് നയോന തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നയോനയാണെങ്കിൽ അല്ല നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ആരും ഇല്ല എന്ന് യുൻഹോ പറയുന്നത് കേട്ട്
കേട്ട് സാരില്ല ഇനി മുതൽ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ പേപ്പർ കൊണ്ടൊരു ലവ് ഉണ്ടാക്കി ഇവന്റെ കയ്യിൽ വെച്ച് കൊടുത്ത് കണ്ണിറക്കുന്നുണ്ട്. തെറ്റിദ്ധരിക്കൊന്നുമല്ലേ, അതുപോലെ എന്നോട് പ്രേമൊന്നും തോന്നണ്ട എന്ന് നയോന പറയുമ്പോൾ യുൻഹോയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇവനാണെങ്കിൽ പിന്നീട് ഡ്രിങ്ക്സ് അടിക്കുന്ന ടൈമിൽ നയോന തടയുന്നുണ്ട്. അതായത് ഇന്ന് ഫുൾ ഡേ ഇതുപോലെ ഡ്രിങ്ക്സ് അടിക്കലും കോഫി കുടിക്കലൊക്കെ ആയിരുന്നു, മര്യാദയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് പോലും കഴിച്ചിട്ടില്ല, എന്റെ ശരീരത്തെ കൊല്ലാനാണോ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് കാർഡ് എടുത്ത് തന്റെ കൂടെ വരാൻ പറയുന്നുണ്ട്. ഇതേ ടൈമിലാണ് അവിടേക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ആയിട്ട് വരുന്നതും നയോനയെ വിളിക്കുന്ന ടൈമിലാണ് നയോനയും യുൻഹോയും ഒരുമിച്ച് പുറത്തേക്ക് വരുന്നത് ഇവൻ കാണുന്നതും ഇവനാണെങ്കിൽ ശരിക്കും ഞെട്ടുന്നുണ്ട്. നയോനയാണെങ്കിലോ ക്രെഡിറ്റ് കാർഡ് കാണുമ്പോൾ ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡോ, ഞാനിതങ്ങനെ ആരുടെ കയ്യിൽ കണ്ടിട്ടില്ല, ഇത് ഭയങ്കര റയർ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സൂക്ഷിച്ചു പിടിക്കാനൊക്കെ യുൻഹോ പറയുന്നുണ്ട്. അങ്ങനെ ഇവര് നേരെ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കായിരിക്കും. നമ്മൾ ആ കില്ലറിനെ കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ഇനി ബോഡീസ് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ആദ്യം ഫുഡ് മര്യാദയ്ക്ക് കഴിക്കണമെന്ന് പറയുമ്പോൾ അതിന് ഫുഡ് ഓർഡർ ചെയ്താൽ പോരെയെന്ന് യുൻഹോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവളാണെങ്കിൽ അത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലല്ലേ വരുന്നത്, അത് പരിസ്ഥിതിക്ക് ദോഷമല്ലേ എന്ന് പറയുന്ന നയോന എന്താണെന്നറിയില്ല ഭയങ്കര വയറുവേദന എന്ന് പറയുമ്പോൾ യുൻഹോയാണെങ്കിൽ ഇന്ന് എന്താ ഡേറ്റ് എന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട്. ഇന്ന് 18-ാം തീയതി അല്ലേ എന്ന് നയോന പറയുമ്പോൾ അപ്പൊ ഇന്നാണ് ആ ദിവസം എന്ന് പറഞ്ഞ് പാഡ് എടുത്ത് ട്രോളിയിൽ ഇടുമ്പോൾ അതായത് ഇവളുടെ പീരിയഡ്സിന്റെ ഡേറ്റ് ആയിരിക്കും. ഇത് കാണുന്ന നയോനയാണെങ്കിൽ ചുമ്മാ തമാശ പറയല്ലേ, ഒരാണിന് അങ്ങനെയൊന്നും വരില്ല എന്ന് പറഞ്ഞ് ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നയോന ഫുഡ് ഉണ്ടാക്കി യുൻഹോയ്ക്ക് കൊടുക്കുന്നതും കുഴപ്പമില്ലേ എന്ന് യുൻഹോ പറഞ്ഞ് അത് കഴിക്കുന്നുണ്ട്. നയോനയാണെങ്കിൽ അത് പിടിച്ചു പറിക്കാൻ നോക്കുമ്പോൾ അന്യരുടെ ഫുഡ് പിടിച്ചു പറിക്കരുതെന്ന് അറിയില്ലേ എന്ന് യുൻഹോ ചോദിക്കുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ അന്യരോ, അതിന് നമ്മൾ അന്യരല്ലല്ലോ, മാഡം അല്ലേ ഞാനല്ലേ മാഡം എന്നൊക്കെ പറഞ്ഞ് ആകെ വയറുവേദന വരുന്ന ടൈമിൽ അല്ല ശരിക്കും ഇത് എത്ര ദിവസം ഉണ്ടായിരിക്കും എന്ന് ഇവള് ചോദിക്കുന്നുണ്ട്. അപ്പൊ യുൻഹോയാണെങ്കിൽ ഒരാഴ്ച വരെ ഉണ്ടാകും, കുറച്ചുകൂടി പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ നയോനയാണെങ്കിൽ യുൻഹോയുടെ തലയിൽ നൈസായി തലോടി ഒരുപാട് സഹിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതൊരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിലും യുൻഹോ അതായത് നയോന തിരിച്ചു ചോദിക്കുന്നത് അല്ല ആ പ്രൊജക്ടിന്റെ ബ്രാൻഡിങ്ങിനെ പറ്റി നീ എന്തെങ്കിലും കാര്യം ഫിക്സ് ചെയ്തോ എന്നാണ്. ഇത് കേൾക്കുന്ന നയോനയാണെങ്കിൽ ബെസ്റ്റ് വർക്ക് ഹോളിക് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് ആ ഫുഡ് തിരിച്ചു വാങ്ങുന്നതും യൂമി ശരിക്കും തകർന്നു കഴിഞ്ഞാൽ അവളുടെ പിന്നിലുള്ള ആളുകള് മറ നീക്കി പുറത്തു വരും എന്ന് പറയുന്നത് കേട്ട് അപ്പൊ യൂമി തന്നെയാണ് ചെയ്തതെന്ന് മാഡം വിശ്വസിക്കുന്നുണ്ടോ എന്ന് നയോന ചോദിക്കുമ്പോ യൂമി മാത്രല്ല അവളുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന് പറഞ്ഞ് യുൻഹോ ആ റാബിറ്റിന്റെ മാസ്ക് എടുത്ത് കാണിക്കുന്നതും പിന്നീട് നയോനയോട് പറയുന്നുണ്ട് നാളെ ആ സെക്സ് ടോയ്സിന്റെ സിഇഒ കാണാൻ പോകണമെന്ന്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവരെല്ലാവരും കൂടി ആ സിഇഒ കാണാൻ പോകുന്നതും ആളാണെങ്കിൽ ഈ വുമൻസിന് വേണ്ടി ഉണ്ടാക്കിയ സെക്സ് ടോയ്സിനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ട് ഇവർക്കൊക്കെ ആകെ നാണം വന്ന് ഇവരൊക്കെ അങ്ങ് കോരി തരിച്ചിരിക്കുന്നുണ്ട്. യുൻഹോയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് അണ്ടർഗ്രൗണ്ടിലാണ്. അല്ല സ്ത്രീകൾ പൊതുവെ ഇതൊക്കെ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നാണക്കേടുള്ളവരാണല്ലോ, അതുകൊണ്ട് അണ്ടർഗ്രൗണ്ടിലാണ് കടയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്കത് കാണാൻ പോയാലോ എന്നൊക്കെ യുൻഹോയോട് ഭയങ്കര സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ലേഡി ചോദിക്കുന്നത്. ഇത് കണ്ട് ബാക്കി 4 പേരും ആകെ അന്തം വിട്ടിരിക്കുന്നതും ശരിക്കും പറഞ്ഞ നയോനയാണല്ലോ മാനേജർ, അവളല്ലേ എന്തെങ്കിലും പറയേണ്ടത്, എന്നാൽ അവളും മറ്റുള്ളവരെ പോലെ അന്തം വിട്ടിരിക്കുകയാണ്. ഇത് കാണുന്ന യുൻഹോയാണെങ്കിൽ എന്താ ശരിയല്ലേ നയോന മാഡം എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ നമുക്ക് കാണാൻ പോകാം എന്ന് പെട്ടെന്ന് ഇവള് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ അണ്ടർഗ്രൗണ്ടിൽ പോകുന്നതും ഈ സിഇ ആണെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയും ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. യുൻഹോയാണെങ്കിൽ ലെക്സിനോട് പോയി ഓരോന്നിന്റെയും മാക്സിമം പിക്ചേഴ്സ് എടുക്കാനും അതുപോലെ ലീയോട് ഓരോന്നിന്റെയും പ്രൈസും അതുപോലെ അതിന്റെ പ്രത്യേകതകളും നോട്ട് ചെയ്യാനൊക്കെ പറയുന്ന ടൈമിൽ ഇവരിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ലീ ആണെങ്കിൽ അപ്പൊ ചോദിക്കുന്നുണ്ട് അല്ല നയോന മേഡല്ലേ ഇപ്പൊ മാനേജർ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ആജ്ഞാപിക്കുന്നേന്ന്. ഇത് കേൾക്കുമ്പോഴാണ് നയോനയ്ക്ക് കാര്യം കത്തുന്നതും ഇവളാണെങ്കിൽ ആവശ്യമില്ലാതെ യുൻഹോയോട് ചൂടാകുന്നുണ്ട്. എന്നാൽ യുൻഹോ ഇത് കേട്ട് കൂളായി അവിടെ നിന്നും പോകുമ്പോൾ ലീ ആണെങ്കിൽ അവൻ ചെറിയ ചെറുക്കനല്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മാഡം കാര്യമാക്കി എടുക്കണ്ട എന്ന് പറയുന്നതും അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ ഇപ്പൊ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവള് യുൻഹോയുടെ അടുത്തെത്തി എന്റെ ആക്ടിങ് എങ്ങനെയുണ്ട് മാഡം എന്ന് ചോദിക്കുകയാണ്. യുൻഹോയാണെങ്കിൽ തിരിച്ചൊന്നും പറയാതെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്തൂടെ, ഒന്നില്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ വയറുവേദന സഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മെഡിസിൻ കഴിച്ചില്ലേ എന്നാണ് യുൻഹോ തിരിച്ചു ചോദിക്കുന്നത്. നയോനയാണെങ്കിലോ അവിടെ മറ്റൊരു റൂം കണ്ട് അങ്ങോട്ട് പോകുന്നതും പെട്ടെന്ന് തന്നെ ആരോ പാസ് ചെയ്യുന്നത് പോലെ യുൻഹോയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കുന്ന ടൈമിൽ നയോനയെ അവിടെ കാണുന്നില്ല. ഇവൻ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ് യുൻഹോ നയോനയെ തപ്പി ഇറങ്ങുന്നതും നയോനയ്ക്കും ഇതുപോലെ ആരോ തന്നെ ഫോളോ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞെട്ടി നോക്കുമ്പോൾ അത് യുൻഹോയായിരിക്കും. നിങ്ങളായിരുന്നോ, ഞാൻ പേടിച്ചു പോയി എന്ന് പറയുന്നതും യുൻഹോ അതായത് നയോന അതിലും ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. കാരണം എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്റെ ബോഡിക്കാണല്ലോ പറ്റുന്നത്. നയോനയാണെങ്കിൽ കൂളായിട്ട് എന്താ പേടിച്ചു പോയി എന്നൊക്കെ ചോദിച്ച് അവിടെയുള്ള ഒരു വിലങ്ങെടുത്ത് ഇവളുടെ കയ്യിലും അതിനുശേഷം ഇവന്റെ കയ്യിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ലോക്ക് ചെയ്യുന്ന സമയത്ത് അഴിച്ചുവിടാൻ യുൻഹോ പറയുന്നതും ഞാൻ പറയുന്നത് പോലെ കേട്ട അഴിച്ചുവിടാമെന്നപ്പോ നയോന പറയുന്നുണ്ട്. അങ്ങനെ പിടിയും വലിയാകുന്ന ടൈമിൽ ഇവർ രണ്ടുപേരും അവിടെയുള്ള ഒരു ബെഡിലേക്ക് വീഴുന്നതും രണ്ടുപേരും ക്ലോസ് ആയി അങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നതിലൂടെയാണ് എപ്പിസോഡ് 9 ഇവിടെ അവസാനിക്കുന്നത്.